One Touch Gents and Kids Beauty Parlor, അമ്പലക്കടവ് ജംഗ്ഷൻ, കുളത്തൂപ്പുഴ. നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. കുളത്തൂപ്പുഴ 14 വാർഡിലെ പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനും കൂടിയായ ആളെ വാട്സപ്പ് ഗ്രൂപ്പിൽ പേപ്പട്ടിയോട് ഉപമിച്ചു എന്നാരോപിച്ചുകൊണ്ട് BJP കുളത്തൂപ്പുഴ പഞ്ചായത്ത് സമിതി രംഗത്ത്. കുളത്തൂപ്പുഴയെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കുകയും എന്നാൽ ആ വ്യത്യസ്തങ്ങളുടെ ഇടയിൽ തന്നെ വ്യക്തിപരമായി അവരെ ഉപദ്രവിക്കാതിരിക്കുകയും ചെയ്യുന്നൊരു സാമൂഹിക സാഹചര്യം നിലവിലുള്ള സ്ഥലമാണ് കുളത്തൂപ്പുഴ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠങ്ങൾ അറിയാതെ, സംസ്കാരം എന്നത് എന്താണെന്ന് പോലും അറിയാതെ ഈ കുളത്തൂപ്പുഴയുടെ ഭരണസിരാകേന്ദ്രത്തിൽ ഇരിക്കുന്ന വൈസ് പ്രസിഡൻറ്റും കുളത്തൂപ്പുഴ വാർഡിൻ്റെ പ്രതിനിധിയുമായിട്ടുള്ള ബഹുമാനപ്പെട്ട തുഷാര മെമ്പർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള വാട്സപ്പിൽ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അവരുടെ പ്രവർത്തനത്തിനെതിരെ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ആ നാട്ടിലെ തന്നെ ദിവ്യാംഗനായിട്ടുള്ളൊരു പൊതുപ്രവർത്തകനെ തികച്ചും പ്രാകൃതമായ രീതിയിൽ, അതായത് പേപ്പട്ടിയോടുകൂടി ഉപമിക്കുന്ന രീതിയിൽ ഇന്നലെ രാത്രിയിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെടുകയുണ്ടായി. അതായത് 1.5 മണിക്കൂറോളം ഈ പൊതുപ്രവർത്തകൻ അതിനകത്ത് സംസാരിക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട മെമ്പർ ഇടുന്നത് ഇങ്ങനെയാണ്: അതായത് കഴുത്തിൽ ബെൽറ്റുണ്ട്, വെള്ള കളറാണ്, കാലിന് മുടന്നുണ്ട്. അതായത് ഈ പറയുന്ന ആൾക്ക് കാല് സുഖമില്ലാത്ത ആളാണ്, അങ്ങനെ കാലിന് മുടന്നുണ്ട്. അതേപോലെ ജനങ്ങൾക്കെതിരെ കുരയ്ക്കുന്നു. പേപ്പട്ടിയാണോ എന്നറിയത്തില്ല, ആളുകൾ സൂക്ഷിക്കണമെന്ന്. പതിവില്ലാത്ത പട്ടിയുടെ ഒരു സ്മൈലേക്ക് ഇട്ട് എന്താ പറയുക, ആത്മനിർവൃതി കൊള്ളുകയാണ് ആ പോസ്റ്റിലൂടെ ഈ ബഹുമാനപ്പെട്ട മെമ്പർ ചെയ്തേക്കുന്നത്. അങ്ങേ അറ്റം നിന്ദ്യവും പ്രബുദ്ധത എന്ന് സ്വയം അടയാളപ്പെടുത്തി അത് തലയിൽ ചുമന്നുകൊണ്ട് കിടക്കുന്ന നികൃഷ്ടമായൊരു പ്രവൃത്തിയാണ് ഈ മെമ്പറുടെ ഭാഗത്തു നിന്നുണ്ടായത്. CPIയെ സംബന്ധിച്ച് പൊതുവെ അറിയപ്പെടുന്നത് പരസ്പര ബഹുമാനത്തോടുകൂടി മറ്റ് പാർട്ടികൾക്കെതിരെ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയുടെ ആളുകളെ കാണുന്ന ഒരു അല്പമെങ്കിലും ഒരു പരസ്പര ബഹുമാനം സൂക്ഷിക്കുന്ന ഒരു നേതൃത്വമാണ് CPIക്കുള്ളത്. ബഹുമാനപ്പെട്ട CPIയിലെ ആരെങ്കിലും ചുമതലക്കാരായിട്ടുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന വളരെ ചെറുപ്പത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ രാഷ്ട്രീയ പ്രവർത്തനം എന്തെന്നറിയാത്ത ഈ വാർഡ് മെമ്പറെ നിലയ്ക്ക് നിർത്തണം. എതിരാളികളോട് ഇടപെടുന്നതിനും സംസാരിക്കുന്നതിനും നിയന്ത്രണം വയ്ക്കണം. ഈ പഞ്ചായത്ത് ഭരണസമിതിയിലെ പ്രസിഡൻറ്റും ഇവരെ നിയന്ത്രിക്കുന്നവരും ഇതിനകത്ത് ഉത്തരവാദിത്തപരമായ കാര്യങ്ങൾ ചെയ്യണം. എന്തുകൊണ്ടാണ് ഈ ദിവ്യാംഗനെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയാൻ വേണ്ടി പറയുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ ഒരു പേപ്പട്ടിയെ കണ്ടു കഴിഞ്ഞാൽ അതിനെ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകേണ്ട രീതിയിലുള്ള നടപടികളെടുക്കണം. പോലീസ് സ്റ്റേഷനിലോ മൃഗവകുപ്പിലോ എന്തിന് സെക്രട്ടറിയേറ്റതെങ്കിലും ഇവർ വിളിച്ച് പറയണം ഇതിനെക്കുറിച്ച്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സെക്രട്ടറിയെ വിളിച്ചപ്പോൾ പോലും സെക്രട്ടറി ഇത് അറിഞ്ഞിട്ട് കൂടിയില്ല. ആ സ്ഥിതിക്ക് ഇത് കൃത്യമായി തന്നെ ഇദ്ദേഹത്തെ ആക്ഷേപിക്കാനായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് വെച്ച് പൊറുപ്പിക്കത്തില്ല. ഇതിനെതിരെ ശക്തമായ നടപടികളുമായിട്ട് ഇവിടുത്തെ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. BJP ഇതിനെതിരെ പ്രതിഷേധിക്കുകയാണ്. കാരണം ഇവിടെ കേട്ട കാര്യങ്ങൾ ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് യോജിച്ച തരത്തിലുള്ള ഒരു പ്രവൃത്തിയല്ല ഈ കണ്ടിട്ടുള്ളത്, നടന്നിട്ടുള്ളത്. അത് ശരിയല്ല. 14 വാർഡിൽ പേപ്പട്ടി ശല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെ ഉണ്ടെന്നറിയണം, അതിനെ ഉന്മൂലനം ചെയ്യണം. അങ്ങനെ പേപ്പട്ടി ഉണ്ടോ എന്ന് ഭീതി വരുത്തി 14 വാർഡിലെ പൊതുജനങ്ങളുടെ ഇടയിൽ ഭീതി വളർത്തിക്കൊണ്ട് ഈ ഒരു മെമ്പറുടെ ഭാഗത്ത് നിന്ന് ഇമാതിരിയുള്ള പരിപാടി വരുന്നത് തെറ്റാണ്. അത് നിയന്ത്രിക്കേണ്ടെന്ന ആൾക്കാർ നിയന്ത്രിക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ വിഷയം വന്നത് സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനത്തിന് ശേഷമാണ്. അതാണൊരു വിഷയം. സമ്പൂർണ്ണ ശുചിത്വ പ്രഖ്യാപനം നടത്തിയത് ഈ പഞ്ചായത്ത് ഭരണസമിതിയാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് കുറ്റവും കുറവുകളൊക്കെ ഉണ്ട്. പല സ്ഥലങ്ങളിലും സമ്പൂർണ്ണ പ്രഖ്യാപിക്കുമ്പോഴത്തേക്ക് പല സ്ഥലങ്ങളിലും ഇപ്പോഴും മാലിന്യം കൂന കൂടി കിടക്കുകയാണ്. അപ്പോൾ ആ തരത്തിൽ കിടക്കുന്നത് ചോദ്യം ചെയ്യുമ്പം ആ ചോദ്യം ചെയ്യുന്ന ആൾക്കാരെ പേപ്പട്ടിയോട് കൂടിയിട്ട് ഉപമിപ്പിക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു നിന്ദ്യമായ ഒരു പ്രശ്നമാണത്. അത് ഞങ്ങൾക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല. 14 വാർഡിലെ മെമ്പറെ നിലയ്ക്ക് നിർത്തണം. നിലയ്ക്ക് നിർത്തിയില്ല എന്നുണ്ടെങ്കിൽ
ഈ മെമ്പറുടെ രാഷ്ട്രീയ പാർട്ടി ഇതിന് സമാധാനം പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഒരു സമരപരിപാടിയായിട്ട് മുമ്പോട്ട് നീങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഉപരോധം ഉൾപ്പെടെയുള്ള ചില സമരപരിപാടിയായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകാൻ പോവുകയാണ്. അതിന് എന്തെങ്കിലും മറുപടി ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തു നിന്ന് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ വേണം. ഇല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ സമരമാർഗമായിട്ട് മുമ്പോട്ട് പോകും. അതിന് യാതൊരു രീതിയിലുള്ള വിട്ടുവീഴ്ചയും ഇല്ല. കാരണം ഇത്തരം പ്രവർത്തികൾ ഒരു മെമ്പറുടെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ല. കൃത്യമായിട്ട് ഈ അടുത്ത സമയത്ത് ഈ പഞ്ചായത്ത് ഇലക്ഷനോട് കൂടിയിട്ടാണ് മെമ്പർ രാഷ്ട്രീയക്കാരിയായത്. ആ മെമ്പറെ രാഷ്ട്രീയ പ്രതിദാനം ചെയ്യുന്ന ആ രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം അതുമായിട്ട് അനുബന്ധ ബാക്കിയുള്ള ഇടതുപക്ഷത്തിൻ്റെ പാർട്ടികളായാലും ശരി തന്നെ എല്ലാവരുമായിട്ടും നല്ല സഹകരണത്തിൽ പോകുന്ന ഒരു മേഖലയാണ് കുളത്തൂപ്പുഴ. അതുകൊണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനെ ഗൗരവമായിട്ട് എടുക്കണം, പഞ്ചായത്ത് സെക്രട്ടറി ഗൗരവമായിട്ട് എടുക്കണം. ഇതിന് മറുപടി ഞങ്ങൾക്ക് കിട്ടണം. ഇതല്ല എന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനകം വെച്ചിട്ട് ഞങ്ങൾ ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടി ആരംഭിക്കും എന്ന് BJP മണ്ഡലം സെക്രട്ടറി അരുൺ, പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി രാജൻ, സെക്രട്ടറി രജനി, സമിതി അംഗങ്ങളായ രാജൻ പിള്ള, സാംകുട്ടി, സലീം എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ്, കുളത്തൂപ്പുഴ.